പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് വീണ്ടും ദൈവവചനത്തിന്റെ ചിന്ത, ദൈവവചനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അത് സന്തോഷം. ആമേൻ. വചനത്തിന്റെ ചിന്ത തന്നെ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം കൊണ്ടുവരുന്നു. ഈ നാളുകളിൽ ദൈവവചനം നമ്മുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവർത്തികൾ, കർത്താവിന്റെ വചനപ്രകാരം എന്തെല്ലാം വാഗ്ദത്തങ്ങളുണ്ട്, അത് മുഴുവൻ നമ്മുടേതാണ് എന്ന ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ ഓരോ നിമിഷവും ഓരോ നാളുമായിരിക്കും. കർത്താവിലായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അവന്റെ ജീവിതത്തിനകത്ത് ഒന്നിനെ കുറിച്ചും ഭാരപ്പെടത്തില്ല. അതായത് വചനം ഇങ്ങനെയാ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. ഒരു വ്യക്തി ക്രിസ്തുവിലാകുക എന്ന് പറയുന്നത്, നമുക്ക് അറിയാം, ഒരു വ്യക്തി വെള്ളത്തിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ആളുകൾ പറയും അദ്ദേഹം വെള്ളത്തിലാണ്. ഒരു വ്യക്തി ചില പ്രശ്നങ്ങളുടെ നടുവിലായി കഴിയുമ്പോൾ നാട്ടുകാർ പറയും, മറ്റുള്ളവർ പറയും, ചുറ്റുമുള്ളവർ പറയും ആ വ്യക്തി വലിയ പ്രശ്നത്തിലാണ്. അപ്പോഴേ അങ്ങനെ ആ വ്യക്തിയുടെ സാഹചര്യങ്ങളോട് ചേർന്ന് നമ്മൾ പറയാറുണ്ട് പ്രശ്നത്തിലാണ്, വിഷയത്തിലാണ്, രോഗത്തിലാണ്, കടത്തിലാണ് നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷാ പ്രയോഗങ്ങൾ അതൊക്കെ. എന്നാല് നമുക്കിവിടെ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ ക്രിസ്തുവിലാകുക എന്നത് നമ്മുടെ അകത്തും പുറത്തും ഒരുപോലെ ക്രിസ്തു വെളിപ്പെടുന്ന അവസ്ഥയാണ് ക്രിസ്തുവിലാകുക എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളില് കർത്താവിനെ ധ്യാനിക്കാൻ, കർത്താവിനെ കുറിച്ച് ധ്യാനിക്കാൻ, കർത്താവിന്റെ സ്നേഹത്തെ ധ്യാനിക്കാൻ, അവനെക്കുറിച്ച് ഓർക്കാൻ, അവനെക്കുറിച്ച് ചിന്തിക്കാൻ, അവന്റെ സ്നേഹത്തെ ഓർക്കാൻ, അവന്റെ സ്നേഹത്തെ ധ്യാനിക്കാൻ, അവന്റെ കരുതലിനെ ധ്യാനിക്കാൻ, അത് ഉള്ളിൽ ക്രിസ്തു. പുറമെ സാഹചര്യങ്ങൾ എത്ര പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞതായിക്കോട്ടെ, ആ വെല്ലുവിളികളുടെ മുമ്പിൽ നിന്നുകൊണ്ട്, ആ പ്രതിസന്ധികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാൻ സാധിക്കണം. എന്താണ് പറയാൻ സാധിക്കേണ്ടത്? ഹല്ലേലൂയ. എന്റെ പ്രശ്നങ്ങളിൽ എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടാകും. എന്റെ വിഷയങ്ങളിൽ എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടാകും. അവൻ എന്നെ ഒരു നാളും ലജ്ജിപ്പിക്കത്തില്ല. അവൻ എന്നെ ഒരു നാളും തകരാൻ വിട്ടുകൊടുക്കത്തില്ല. നാട്ടുകാർ, മറ്റുള്ളവർ പറയും നിങ്ങൾ വലിയ പ്രശ്നത്തിനാണല്ലോ, ധൈര്യത്തോടെ പറയും എന്റെ കർത്താവ് നോക്കിക്കൊള്ളു. വലിയ പ്രതികൂലത്തിലാണല്ലോ, ധൈര്യത്തോടെ പറയും എന്റെ കർത്താവ് നോക്കിക്കൊള്ളു. ആ ധൈര്യം എവിടുന്ന് വരുന്നത്? ആ ധൈര്യം ഒരു വ്യക്തിയുടെ അകത്തുണ്ടാകുന്നത്, ഹല്ലേലൂയ, അകത്ത് ക്രിസ്തു വന്നതുകൊണ്ടാണ്. അകത്ത് ക്രിസ്തു വന്നപ്പോ, അകത്ത് ക്രിസ്തു വന്നു കഴിഞ്ഞാൽ ചുറ്റുപാടുകളിൽ അത് പ്രതിഫലിക്കാൻ തുടങ്ങും, വെളിപ്പെടാൻ തുടങ്ങും. അതേ പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വിഷയം എത്ര വലുതായിക്കോട്ടെ, നിങ്ങളുടെ അകത്ത് ക്രിസ്തുവിനെ ഒന്ന് കണ്ടേ, ക്രിസ്തുവിനെ ഉള്ളിലൊന്ന് കണ്ടേ. നിങ്ങളുടെ ഉള്ളിൽ ആ കർത്താവിനെ, നിങ്ങൾ കർത്താവിലായി തീർന്ന് നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾ കൊണ്ട്, ധ്യാനം കൊണ്ട്, ഓർമ്മകൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട് കർത്താവിലായി തീരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിലാകുമ്പോൾ, നിങ്ങളുടെ അകത്ത് ക്രിസ്തു വന്ന് വസിക്കുമ്പോൾ, അകത്ത് ക്രിസ്തു നിറയുമ്പോൾ പുറമെ നിങ്ങൾക്ക് ആ ക്രിസ്തുവിന്റെ പ്രവൃത്തി പ്രതിഫലിക്കാൻ തുടങ്ങും, ക്രിസ്തുവിന്റെ മഹത്വം പ്രതിഫലിക്കാൻ തുടങ്ങും, ക്രിസ്തുവിന്റെ ശക്തി പ്രതിഫലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിത സാഹചര്യം എത്ര വലിയ പ്രതിസന്ധികൾ നിറഞ്ഞതായിക്കോട്ടെ, നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം ക്രിസ്തു നിറയുന്നോ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു പ്രതിഫലിക്കാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. അപ്പോ അതുകൊണ്ടാണ് നമുക്ക് യോശുവയുടെ പുസ്തകത്തിൽ യോശുവയോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, നീ എന്റെ വചനത്തെ രാവും പകലും ധ്യാനിക്കണം. അങ്ങനെയാ യോശുവയോട് കർത്താവ് പറഞ്ഞത്. യോശുവയോട് കർത്താവ് പറഞ്ഞതായ വാക്കുകൾ നമ്മൾ യോശുവ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ അത് കർത്താവ് പറഞ്ഞ വാക്ക്, നീ ഉറപ്പും ധൈര്യമുള്ളവനെ മാത്രം ഇരിക്കുക, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. അവിടെ അതിന്റെ 7-ാം വാക്യം, എന്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനെ മാത്രം ഇരിക്കാം. ചെല്ലുന്നിടത്തൊക്കെ നിശുഭമായി ഇരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അടുത്ത വാക്യം, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും ഇത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. അപ്പൊ അവിടെ ഈ വചനത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്, നീ കൃതാർത്ഥനായിരിക്കും. ഈ വചനത്തെ നീ രാവും പകലും ഉള്ളിൽ ധ്യാനിക്കുമ്പോൾ നീ ഈ ധ്യാനിക്കുന്നത് പോലെ നടക്കാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മുടെ കർത്താവിനെ നമ്മുടെ അകത്ത് മെഡിറ്റേറ്റ് ചെയ്യുന്നു, എത്രത്തോളം കർത്താവിന്റെ സ്നേഹത്തെ ചിന്തിക്കുന്നു, കർത്താവിന്റെ ആ കരുതലിനെ എത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ ആ ദൈവസ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്നു, ആ നിറവ് നിങ്ങളുടെ ഉള്ളിൽ ആ കർത്താവിന്റെ
ആ മഹത്വം നിറയുമ്പോൾ, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ നിറയുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ക്രിസ്തു പ്രതിഫലിക്കാനായിട്ട് തുടങ്ങും. പ്രൈസ് ഗാഡ്. അത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടോ, പുറമേ ക്രിസ്തു വെളിപ്പെടും. പുറമേ ക്രിസ്തു വെളിപ്പെടും. നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ മഹത്വം, ഉള്ളിൽ കർത്താവിന്റെ സാന്നിധ്യം, ഉള്ളിൽ കർത്താവിന്റെ ഗ്ലോറി നിങ്ങളുടെ ഉള്ളിൽ വെളിപ്പെടുന്നത് എത്രത്തോളം ശക്തമായി വെളിപ്പെടുന്നോ അത്രത്തോളം പുറമെ ദൈവമഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ലോകരത് കാണും, ലോകര് തിരിച്ചറിയത്തക്കൊണ്ട് അത് വെളിപ്പെടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഏത് സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണെങ്കിലും, എത്ര വലിയ വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും, നിങ്ങൾ ഒരിക്കലും മറക്കരുത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു നിറയാൻ, ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ ശക്തി, ക്രിസ്തുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ നിറയുമ്പോൾ നിങ്ങളുടെ പുറമെ ഹല്ലേലൂയ ആ ക്രിസ്തുവിന്റെ അസാധാരണ മഹത്വം വെളിപ്പെടാൻ തുടങ്ങും. ആമേൻ. നിങ്ങളുടെ ഉള്ളിൽ ആ മഹത്വം വെളിപ്പെടും. നിങ്ങളുടെ പുറമെ അത് ലോകര് കാണത്തക്കവണ്ണം അത് അത്ഭുതമായി തീരും. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ആമേൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ കർത്താവ് നിറയുമ്പോൾ അവന്റെ ചുറ്റുപാടുകളിലെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടും. നമുക്കറിയാം, യേശു തന്നെ കുറിച്ച് തന്നെ പറഞ്ഞൊരു കാര്യം ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 17:5, കർത്താവെ, ലോക സ്ഥാപനത്തിനുമേ നിന്നിൽ എനിക്കുള്ള മഹത്വം. 24 വാക്യം, യോഹന്നാന്റെ സുവിശേഷം 17:24 വാക്യം, നീ ലോക സ്ഥാപനത്തിന് മുമ്പേ എനിക്ക് തന്നിട്ടുള്ള മഹത്വം. ആ മഹത്വം അകത്തിരിപ്പുണ്ട്. യേശുവിന്റെ അകത്ത് ആ മഹത്വം ഉള്ളിടത്തോളം നമുക്കറിയാം, യേശു ചെന്ന സ്ഥലങ്ങളിലൊക്കെ മഹത്വം വെളിപ്പെട്ടതാണ്. അവരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തി. നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളത്തെ വീഞ്ഞാക്കി തീർത്ത സംഭവം വിവരിച്ച് അവസാനിപ്പിക്കുന്നതിനാണ് യോഹന്നാൻ 2:11. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായ ഗലീലിയ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി, തന്റെ അകത്തുണ്ടായിരുന്ന മഹത്വത്തെ വെളിപ്പെടുത്തി. അപ്പൊ ആ മഹത്വം, ഗ്ലോറി മാനിഫെസ്റ്റഡ്, അതായത് അകത്ത് മഹത്വം നാം ചുമക്കാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തികളിൽ ആ മഹത്വം വെളിപ്പെടാൻ തുടങ്ങും, പ്രദർശിപ്പിക്കപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഏത് പ്രതിസന്ധികൾ നിറഞ്ഞതായിക്കോട്ടെ, എത്ര വലിയ വെല്ലുവിളികളിൽ കൂടെ നിങ്ങൾ പോകുന്നെങ്കിലും, എത്ര വലിയ പ്രതിസന്ധികളുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ നിങ്ങളുടെ പുറമെ ക്രിസ്തുവിന്റെ തേജസ് വെളിപ്പെടാൻ തുടങ്ങും. മറ്റുള്ളവർ കാണത്തക്ക തേജസ് അസാധാരണമായ നിലയിൽ വെളിപ്പെടാൻ തുടങ്ങും. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ, നിങ്ങളുടെ അവസ്ഥകൾ എന്തുമാകട്ടെ, നിങ്ങളുടെ അവസ്ഥകളാൽ നിങ്ങൾ സ്വാധീനിക്കപ്പെടരുത്. നിങ്ങളകത്തെ ക്രിസ്തുവിനാൽ സ്വാധീനിക്കപ്പെടാം. പുറമെ പലവിധമായ വെല്ലുവിളികൾ കണ്ടേക്കാം, വിഷയങ്ങൾ കണ്ടേക്കാം, പ്രയാസങ്ങളും ഭാരങ്ങളും നിങ്ങളെ ഒരുപക്ഷെ സ്വാധീനിച്ചേക്കാം. പക്ഷെ നിങ്ങൾ അവിടെ തളർന്നു പോകരുത്, വീണു പോകരുത്. നിങ്ങളുടെ ഉള്ളിൽ ആ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുമ്പം നിങ്ങളുടെ അവസ്ഥകൾ മാറും. നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകുന്ന കർത്താവിന്റെ പദ്ധതിയിലില്ല. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. നമ്മൾ ക്രിസ്തുവിലായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാം. യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യമാണ്, ജനങ്ങൾ എന്നെ ആരെന്ന് പറയും? എല്ലാവരും പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പത്രോസിനോടല്ല കർത്താവ് എല്ലാവരോടും ചോദിച്ചത്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പത്രോസ് പെട്ടെന്ന് മറുപടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് പറഞ്ഞപ്പോ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, യേശു പറഞ്ഞൊരു കാര്യം, ഇത് പത്രോസേ, ഇതൊരു ജഡരക്തങ്ങൾ നിനക്ക് തന്ന ഒരു അറിവല്ല, ഇത് പരിശുദ്ധാത്മാവ് നിനക്ക് തന്ന പിതാവ് തന്ന വെളിപ്പാടല്ല. അപ്പൊ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ആ വെളിപ്പാട് നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം. നമുക്ക് റോമലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം, അതിന്റെ അർത്ഥമോ, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കൾ അത്രേ സന്തതി എന്നെണ്ണുന്നു. അപ്പൊ നമുക്കവിടെ ഈ റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം കൂടെ ഞാൻ വായിക്കാം. അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കൾ എന്ന് വരികയില്ല. അബ്രഹാമിന്റെ സന്തതി, അബ്രഹാമിന്റെ മക്കളാകുക, അതായത് അബ്രഹാമിന്റെ മക്കളായതുകൊണ്ട് എല്ലാവരും സന്തതി എന്ന് വരത്തില്ല. അബ്രഹാമിൽ നിന്ന് ജനിച്ചവര് നമുക്കറിയാം, കെതൂറയ്ക്ക് മക്കൾ ജനിച്ചു, കെതൂറയിൽ മക്കൾ ജനിച്ചു. അതുപോലെ തന്നെ ഹാഗാറിൽ അബ്രഹാമിന് സന്തതി ജനിച്ചു. പക്ഷെ അവരെ ഒന്നും സന്തതി എന്ന തലത്തിലല്ല അവരെ കാണുന്നത്. അവർക്ക് അബ്രഹാം
ദാനങ്ങൾ കൊടുത്തു എന്നാണ് വചനത്തിൽ കാണുന്നത്. അവർക്ക് ദാനങ്ങളെ കൊടുത്തു. എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു എന്നാണ് വചനത്തിൽ കാണുന്നത്. ഇസഹാക്കിനാണ് അബ്രഹാം തനിക്കുള്ളതൊക്കെയും കൊടുത്തത്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 25-ാം അധ്യായത്തില് അതിന്റെ 5-ാം വാക്യവും 6-ാം വാക്യവും. എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസഹാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്ക് ദേശത്ത് അയച്ചു. ഇവിടെ പറയുന്നത് അബ്രഹാം തനിക്കുള്ളതൊക്കെയും നൽകിയത് തന്റെ മകനായ ഇസഹാക്കിന്. കെതൂറിയിൽ ജനിച്ചതും അബ്രഹാമിന്റെ മക്കളാണ്. ഹാഗാറിൽ ജനിച്ചതും അബ്രഹാമിന്റെ മകന്. പക്ഷെ ഹാഗാറിൽ ജനിച്ചവൻ മകനാകൊണ്ട്, കെതൂറിയിൽ ജനിച്ചവൻ മക്കളാകൊണ്ട് അവരെ മക്കൾ എന്ന കാറ്റഗറി, മക്കൾ യെസ്. പക്ഷെ സന്തതി എന്ന് പറയുന്നത് അതിൽ നിന്ന് വിഭിന്നമാണ്, വ്യത്യസ്തമാണ്. സന്തതി എന്ന് പറയുന്ന എക്സ്പ്ലനേഷനോട്, സന്തതി എന്ന് പറയുന്ന തലക്കെട്ടോടുകൂടി കാണുന്നത്, മക്കൾ എന്ന് പറയുന്ന തലക്കെട്ടോട് കാണുന്നത് രണ്ടും രണ്ടാണ്. അവിടെ മക്കളിൽ നിന്ന് വ്യത്യസ്തമായ സന്തതികളെ കാണാൻ സാധിക്കും. അവിടെ വചനത്തിൽ പറയുന്നത്, നമ്മൾ വായിച്ചതായ റോമാലേഖനം 9-ാം അധ്യായത്തിൽ പറയുന്നത്, അബ്രഹാമിന്റെ മക്കൾ എല്ലാവരും സന്തതികളല്ല. സന്തതി എന്ന് പറയുമ്പോൾ മക്കളും സന്തതികളും എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. മക്കളെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ മക്കളെ മക്കളായി മനസ്സിലാക്കുക, സന്തതിയെ സന്തതിയായി തന്നെ മനസ്സിലാക്കുക. സന്തതി എന്ന് പറയുമ്പോൾ, മക്കൾ എന്ന് പറയുമ്പോൾ രണ്ടും രണ്ട് വിഭിന്ന അർത്ഥങ്ങളാണ്. മക്കൾ എന്ന് പറയുമ്പോൾ ബയോളജിക്കലി ആ വ്യക്തിയുടെ മകൻ എന്ന നിലയിൽ അറിയപ്പെടുന്നു. പക്ഷെ സന്തതി എന്ന് പറയുമ്പോൾ സ്വഭാവം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, അധികാരം കൊണ്ട്, വംശപാരമ്പര്യം കൊണ്ട്, പ്രകൃതം കൊണ്ട്, അപ്പനോടുള്ള ബന്ധം കൊണ്ട്, ആമേൻ, ആദ്യജാതനായി ജനിച്ചത് കൊണ്ട് ഒക്കെ ആ വ്യക്തി സന്തതി എന്നറിയപ്പെടുക. ബയോളജിക്കലി ഒരു അമ്മയുടെയും അപ്പന്റെയും മകനായി ജനിച്ചു. അതുകൊണ്ട് ആ വ്യക്തിയുടെ മകൻ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. പക്ഷെ ആ പുത്രത്വം, ആ മകൻ എന്ന് പറയുന്ന പദവി അപ്പന്റെ വംശപാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ പര്യാപ്തമല്ല. അതിന് പര്യാപ്തമായി വരുന്നത് മകനും അപ്പനും തമ്മിലുള്ള ബന്ധം, മകന്റെ ജനന പദവി, ജനന സമയത്തുള്ള പദവി ഒക്കെ. അതായത് നമുക്ക് യഹൂദ പാരമ്പര്യം അനുസരിച്ച് ആദ്യ മകനാണ്, ആദ്യ ജാതനാണ് ആ ഭവനത്തിന് മുഴുവൻ അവകാശം. ആ ഭവനത്തിലുള്ള സകല വസ്തുവകകളുടെയും ആ അപ്പന്റെ മുഴുവൻ സ്വത്തിന്റെയും അവകാശി എന്ന് പറയുന്നത് ആദ്യജാതൻ. ആ അപ്പന്റെയും അമ്മയുടെയും സ്വത്തുകൾ മുഴുവൻ ചുമക്കുന്നത് ആദ്യജാതൻ. ആ ആദ്യജാതനിൽ നിന്നാണ് തലമുറകളുടെ അല്ലെങ്കിൽ വംശപാരമ്പര്യം നിലനിൽക്കുന്നത്. സന്തതി, അവനെ സന്തതി എന്ന് പറയും. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ യാക്കോബിന്റെ വംശപാരമ്പര്യമാവുക, അങ്ങനെ ആരംഭിക്കുന്നത്. ഉൽപ്പത്തി 37-ൽ യാക്കോബിന്റെ വംശപാരമ്പര്യത്തെ കുറിച്ച് പറയുന്നെങ്കിലും നമുക്കറിയാം അതിനെ പെട്ടെന്ന് അവിടെ കഥ മാറുന്നത്, അല്ലെങ്കിൽ ആ ചരിത്ര പ്രഖ്യാപനം മാറുന്നത് യോസേഫിലേക്ക് തിരിഞ്ഞുകൊണ്ട്. നമുക്ക് അവിടെ ആ വാക്യം ഒന്ന് വായിക്കാം. അതിന്റെ 35-ാമത്തെ അധ്യായത്തില് അവിടെ കാണുന്നൊരു കാര്യം ഇതാണ്. യാക്കോബിന്റെ മക്കളുടെ വംശപാരമ്പര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ അവിടെ യാക്കോബിലേക്കല്ല നീങ്ങുന്നത്, നേരെ യോസേഫിനെ കുറിച്ച് പറഞ്ഞാ തുടങ്ങുന്നത്. അതിന്റെ 2-ാമത്തെ വാക്യം ഉൽപ്പത്തി 37-2. യാക്കോബിന്റെ പാരമ്പര്യം എന്തെന്നാൽ യോസേഫിന് 17 വയസ്സായപ്പോൾ. അപ്പം
അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന യാക്കോബിന്റെ വംശപാരമ്പര്യം യോസേഫിനോട് ചേർന്നാ നിൽക്കുന്നത്. അതായത് യാക്കോബിന് പ്രിയനായവളിൽ ജനിച്ച ആദ്യജാതൻ, അവനുമായി ചേർന്നാണ് വംശപാരമ്പര്യം യാക്കോബിന്റെ നിർണയിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെയാണ് സന്തതി എന്ന് പറയുന്ന പദപ്രയോഗത്തിന്റെ പ്രാധാന്യം. സന്തതി എന്ന് പറയുമ്പോൾ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ കഴിഞ്ഞ തലമുറകളുടെ അതേ അവകാശവും അധികാരത്തിന്റെയും പിന്തുടർച്ചക്കാരൻ, അവനാണ് സന്തതി. അതെ, സന്തതി കഴിഞ്ഞ നാളുകളിൽ സമ്പാദിച്ചത്, ഇല്ലെങ്കിൽ അവൻ നേടിയെടുത്തത്, അതിൻ്റെയൊക്കെ പാരമ്പര്യം നിലനിർത്തുന്നവനെയാണ് സന്തതി എന്ന് പറയുന്നത്. അപ്പൊ ആ സന്തതി എന്ന പദപ്രയോഗം കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് വേണ്ടുന്നത് എല്ലാം പിതാവിൽ നിന്ന് പ്രാപിച്ചവൻ എന്ന അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ വായിച്ചതായ റോമാലേഖനത്തില് 9-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അബ്രഹാമിന്റെ സന്തതികളായതുകൊണ്ട്, മക്കളായതുകൊണ്ട് എല്ലാം സന്തതി എന്ന് വരികയില്ല. ആരാണ് സന്തതി? സന്തതിയെ കുറിച്ച് അവിടെ വചനത്തിൽ വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ്: വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കൾ അത്രേ സന്തതി. മക്കൾ, അതായത് അവരെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവം മക്കളാകാൻ അധികാരം ലഭിച്ചു. യേശുവിനെ വിശ്വസിച്ച്, യേശുവിനെ കൈക്കൊണ്ട്, യേശുവിനെ കർത്താവെന്ന് വിശ്വസിച്ച സകലരും മക്കളാണ്, മക്കൾ. എന്നാൽ മക്കളായതുകൊണ്ട് സന്തതി ആകണമെന്നില്ല. അനേക മക്കളെ നമുക്ക് കാണാൻ പറ്റും, ദൈവ മക്കൾ. അപ്പോൾ ചിൽഡ്രൻ ഓഫ് ഗോഡ്, മക്കൾ എന്ന പദവിയിൽ അനേകരെ കാണാൻ സാധിക്കും. എന്നാൽ 3 തലത്തിൽ ഇവിടെ കാണാൻ സാധിക്കും. 1 ചൈൽഡ്, 2 സൺ, 3 സീഡ്. ഈ 3 തലത്തിൽ വിശ്വാസ കൂട്ടത്തെ കാണാൻ കഴിയും. 1 ചിൽഡ്രൻ ഓഫ് ഗോഡ്, 2 സൺസ് ഓഫ് ഗോഡ്, 3 സീഡ് ഓഫ് ഗോഡ്. ചിൽഡ്രൻ എന്ന് പറയുമ്പോഴത്തേനും ശിശുക്കളായിരിക്കുന്നവർ. വചനത്തിൽ നമുക്ക് കാണാൻ ശിശുപാലകനായി ഭവിച്ചു. ന്യായപ്രമാണത്തെ കുറിച്ച് പറഞ്ഞ് ശിശുപാലകൻ. അപ്പൊ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരാണ് ശിശുക്കൾ. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ ശിശുക്കൾ. ന്യായപ്രമാണം അവരുടെ മേൽ നിൽക്കുന്നിടത്തോളം ശൈശവഘട്ടത്തിൽ അവരിയ്ക്കുക, ശിശുക്കളാണ്. എന്നാൽ നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നത്, ഒരു വ്യക്തി ക്രിസ്തുവിലായപ്പോ, ഒരുവൻ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തെ വിശ്വസിച്ചപ്പോൾ ദൈവത്തിന്റെ മക്കൾ, സൺസ് ഓഫ് ഗോഡ്, ദൈവ മക്കളായി. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർ ദൈവ മക്കളായി, സൺസ് ഓഫ് ഗോഡ്. ആ സൺസ് ഓഫ് ഗോഡ് എന്ന പദവിയിലേക്ക് ആയിത്തീർന്നവർ യേശുവിനെ വിശ്വസിച്ചു. ബിലീവ്, യേശുവിനെ വിശ്വസിച്ച് ദൈവത്തിന്റെ മക്കളായി മാറി. അവർ യേശുവിനെ വിശ്വസിച്ച് ദൈവമക്കൾ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നവർ, പ്രാർത്ഥിച്ച് പ്രാപിക്കുന്നവർ. അവര് പ്രാർത്ഥിക്കും, അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കും. അവര് നേടുന്നവരാണ്, ദൈവത്തിൽ നിന്ന് എപ്പോഴും സമ്പാദിക്കുന്നവരാ, പ്രാപിക്കുന്നവരാ. പക്ഷേ സീഡ് അല്ലെങ്കിൽ സൺസ് എന്ന് പറയുന്നത് അടുത്ത ഘട്ടം. അതായത് ദൈവത്തെ വിശ്വസിച്ചു. ഹല്ലേലൂയ. ദൈവത്തെ വിശ്വസിച്ചു. ദൈവം അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിച്ചു. ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രാപിക്കുമെന്ന് വിശ്വസിച്ചു. ദൈവം അവരെ മാനിക്കുമെന്ന് വിശ്വസിച്ചു മക്കൾ. എന്നാൽ സന്തതിയായപ്പോ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നതിനപ്പുറത്ത് ദൈവം എന്നിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കും. അതായത് ഞാൻ ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കാനായിട്ട് ദൈവം എന്നെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുകയാണെന്ന് ബോധ്യത്തോട് ഒരു വ്യക്തി നിൽക്കുന്ന അവസ്ഥയുടെ പേരാണ് സീഡ്, സന്തതി. ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ നാളുകളിൽ, ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കും എനിക്കും വേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബോധ്യം ഇതാണ്. എന്ത് ബോധ്യമാണ്? ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഞാൻ സണ്ണാണ്, മകനാണ്. അതായത് ഹല്ലേലൂയ, അധികാരമുള്ളവനാണ്, അധികാരം തിരിച്ചറിഞ്ഞവനാണ്. നമുക്കറിയാം, മോശയോട് കർത്താവ് തന്നെ വലിയ ശുശ്രൂഷയ്ക്കായിട്ട് മോശയെ വിളിച്ചപ്പോൾ മോശ പറഞ്ഞ കാര്യം, കർത്താവ് ഞാൻ എന്തുള്ളൂ, ഞാൻ പോകാനോ, വേറെ ആരെങ്കിലും അയക്കണം കർത്താവ്.
അതിനെല്ലാം ഇടയ്ക്ക് മോശ പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവെ, ഞാൻ വാഗ്വൈഭവം ഇല്ലാത്തവർ, ഞാൻ വിക്കന. കർത്താവ് പറഞ്ഞു, നിന്റെ സംസാരം ഞാൻ ഇവിടെ ചോദിക്കുന്നില്ല, നീ പോയാൽ മതി. നീ അവൈലബിൾ ആണോ? നിന്റെ ബലഹീനത എനിക്ക് പ്രശ്നമല്ല. നിനക്ക് സംസാരിക്കാൻ പറ്റൂല്ല എന്നുള്ള എനിക്ക് വിഷയമല്ല. നീ വടിയെടുത്ത് നീട്ടുമ്പോ അവൻ ചെങ്കടൽ വിഭാഗിക്കപ്പെടാമോ? നിന്റെ സാന്നിധ്യത്തിൽ അത്ഭുതം നടക്കുന്ന ഒരു സീസണിലേക്ക് നിന്നെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ സംസാര പ്രാവീണ്യവും നേട്ടവും ഒന്നും ഇവിടെ കേൾക്കണ്ട. അവിടെ പ്രിയപ്പെട്ട കർത്താവ് വ്യക്തമായിട്ട് അവരോട് പറയുന്ന കാര്യമാണ്, ഞാൻ നിന്നെ അയക്കും, ഞാനാ അയക്കുന്നത്, ഞാൻ അവരെ വിടുവിക്കും, ഞാനാ ചെയ്യുന്നത്, വിടുവിക്കുന്നത് ഞാനാ. നീ പേടിക്കണം, നീ നിന്ന് തന്നാ മതി. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്, സൗഖ്യമാക്കുന്നത് കർത്താവാണ്. നമ്മൾ എന്തിനാ രോഗത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? നമ്മൾ എന്തിനാ ഈ ശാരീരികമായ പ്രയാസത്തെക്കുറിച്ച് നമ്മൾ എന്തിനാ ചിന്തിച്ച് വറിയിടാവുന്നത്? നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് അത്ഭുതം ചെയ്യാൻ വിളിച്ചതാണെങ്കിൽ, നമ്മളെ തെരഞ്ഞെടുപ്പിന് പുറകിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ നാം എന്തിനാ സാഹചര്യങ്ങളെ കുറിച്ച് വറിയിടാവുന്നത്? അവൻ ചെയ്യുമെന്ന് അത്ഭുതം ചെയ്യുമെന്ന് അവൻ പറഞ്ഞിരിക്കില്ലേ? നടത്തുമെന്ന് അവൻ പറഞ്ഞിരിക്കില്ലേ? നമ്മളെ കൈവിടത്തില്ലെന്ന് വാക്ക് പറഞ്ഞിരിക്കില്ലേ കർത്താവ്? നാം എന്തിനെ കുറിച്ച് പേടിക്കേണ്ടത്? നാം ഒന്നിനെ കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടി സകലതും ചെയ്തു തീർക്കാനാണ് ദൈവശക്തി. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്തു തീർക്കാൻ ദൈവശക്തനാണ്. ആ കർത്താവ് അത് ചെയ്തവനായ ദൈവം, ചെയ്തു തീർത്തവനായ ദൈവം. അതായത് യേശുവിന്റെ ശരീരത്തിൽ വസിച്ച് രക്ഷയുടെ പ്രവൃത്തിയെ അവൻ അവിടെ നിവർത്തിച്ചവനായ ദൈവം. അതേ ആത്മാവ്, അതേ ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിലും എന്നിലും വസിച്ച് ആ രക്ഷയുടെ പ്രവൃത്തിയെ പൂർത്തിയാക്കിയിരിക്കുക. എപ്പോഴാണ് ഒരു വ്യക്തി യേശു ക്രിസ്തുവാണ് എന്റെ അകത്ത് വസിക്കുന്നത്, യേശുവിൽ വസിച്ച് അതേ ആത്മാവാണ് എന്റെ അകത്ത് വസിക്കുന്നത് വിശ്വസിക്കുന്നു, ആ ഉറപ്പോടുകൂടെ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറുക. നമ്മളിൽ ഇരുന്ന് കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നു. നമ്മുടെ ചുറ്റുപാടുകളെ സ്വാധീനിക്കാൻ നമ്മളിൽ വസിക്കുന്ന കർത്താവ്. നിങ്ങളുടെ സാഹചര്യം എന്തുമാണ്, നിങ്ങളുടെ അവസ്ഥ എന്തുമാണ്, നിങ്ങളിൽ വസിക്കുന്ന കർത്താവ് നിങ്ങളുടെ സാഹചര്യത്തിൽ എത്ര വലിയ അത്ഭുതങ്ങളെയും ചെയ്യാൻ കർത്താവിന് കഴിയും. യെസ്, ഹി ക്യാൻ. അവനത് സാധ്യമാണ്, അവനത് സാധ്യമാണ്. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ കുരുങ്ങിക്കിടക്കുന്നത്? ഏത് സാഹചര്യമാണ് നിങ്ങളെ സ്വാധീനിച്ച് നിങ്ങളെ ഞെരുക്കി വെച്ചിരിക്കുന്നത്? വാഗ്ദത്തപ്രകാരം ജനിച്ചവൻ മകനല്ല, സന്തതിയാണ്. അപ്പന്റെ പൂർണ്ണ അധികാരത്തെ, അപ്പന്റെ പൂർണ്ണ ശക്തിയെ, അപ്പന്റെ പൂർണ്ണ മഹത്വത്തെ ചുമക്കുന്നവന്, അപ്പന്റെ മുഴുവൻ സമ്പത്തിനെ ചുമക്കുന്നവന് സന്തതി. അതെ, അപ്പന്റെ അതേ പൊസിഷനിൽ ചെന്ന് നിന്നിട്ട് അവൻ പറയും, ഇല്ല, എന്റെ മേൽ ഒരനർത്ഥവും ഭവിക്കത്തില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. കർത്താവ് എന്നെ തെരഞ്ഞെടുത്തെങ്കിൽ, കർത്താവ് എന്നെ വിളിച്ചെങ്കിൽ ഒരു ബാധയും ഒരു ദോഷവും എന്റെ ഭവനത്തോട് അടുക്കാൻ ദൈവം അനുവദിക്കത്തില്ല എന്നുള്ള ബോധ്യം അവനകത്ത് വരും. ഇന്ന് പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ എന്തുമാകട്ടെ, എത്ര വലിയ പ്രതിസന്ധി നിറഞ്ഞതായിക്കോട്ടെ, നിങ്ങളൊന്ന് തിരിച്ചറിയാമോ, ഞാൻ ദൈവത്തിന്റെ സന്തതിയാണ്. ഐ ആം സീഡ് ഓഫ് ഗോഡ്. ഞാൻ കർത്താവിന്റെ സന്തതിയാണ്. അവന്റെ അധികാരം എൻ്റെ അകത്തിരിപ്പുണ്ട്. യേശുവിൽ അന്ന് എന്റെ രക്ഷയ്ക്ക് വേണ്ടി വസിച്ച അതേ ആത്മാവ് ഇന്ന് എന്റെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ അകത്ത് വസിക്കുക. എന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശുവിനെ ക്രൂശിലേക്ക് ആമേൻ നടത്തിയ പരിശുദ്ധാത്മാവ്, നിത്യാത്മാവിനെ തന്നെ യാഗമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ യേശുവിനെ സഹായിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് എന്നെയും ജീവനുള്ള യാഗമായി, ഹല്ലേലൂയ, ബുദ്ധിയുള്ള ആരാധനയായി കർത്താവിന് സമർപ്പിക്കാനായിട്ട് എൻ്റെ അകത്ത് വസിക്കുക. നിങ്ങളുടെ ശരീരം ദൈവത്തിന് മന്ദിരമാണ്. പിശാചിന് നിങ്ങളുടെ മേൽ ഒരു അധികാരമില്ല, ശാപത്തിന് നിങ്ങളുടെ മേൽ അധികാരമില്ല, പ്രതികൂലങ്ങൾക്ക് അധികാരമില്ല, പ്രതിസന്ധികൾക്ക് അധികാരമില്ല. നിങ്ങൾ യേശുവിൽ വീണ്ടും ജനിച്ചവരാ, നിങ്ങൾ അധികാരികളാ, നിങ്ങൾ മക്കളാ, നിങ്ങൾ സമൃദ്ധിയിൽ വാഴുന്നവരാ. ഒരു ദോഷവും നിങ്ങളെ തൊടത്തില്ല, ഒരു ദോഷവും നിങ്ങളെ തൊടത്തില്ല. ആമേൻ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കാമോ? ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് അത്ഭുതത്തിന്റെ സമയമാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ വിടുതലിന്റെ സമയമായത്. ഏൽപ്പിച്ചു കൊടുക്കാമോ? സന്തതികളാൻ തിരിച്ചറിയാമോ? നിങ്ങളിൽ അത്ഭുതത്തെ വിശ്വസിക്കാമോ? ഇപ്പോൾ തന്നെ കർത്താവ് അത്ഭുതം ചെയ്യാൻ ശക്തനാണ്. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും
ഞങ്ങളുടെ ജീവിതത്തിന്റെ സമൂലമായ മാറ്റത്തിന് കാരണമായി തീർന്നെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് യേശുവിൽ വസിച്ച് ഞങ്ങളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി, ഞങ്ങളുടെ വിടുതലിന് വേണ്ടി, ഞങ്ങളുടെ സമൃദ്ധിക്ക് വേണ്ടി, ഞങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി ആമേൻ അന്ന് അത്ഭുതം ചെയ്ത് അന്ന് ചലിച്ച അതേ പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് അതേപ്പാ അന്ന് യേശുവിൽ നിവൃത്തിയായത് മുഴുവൻ ഞങ്ങൾ പ്രാപിക്കാൻ അവകാശമുള്ളവർ ഇപ്പൊ തന്നെ സമാധാനം, സ്വസ്ഥത, സൗഖ്യം, വിടുതൽ, അഭിവൃദ്ധി, ആമേൻ ഹല്ലേലൂയ, അധികാരം ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ അവകാശമാക്കി വിളിച്ചു പറയുന്നു. വിടുതൽ ഉണ്ടാകട്ടെ, അത്ഭുതം നടക്കട്ടെ ഇപ്പോൾ തന്നെ. കർത്താവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ തന്നെ ഓരോരുത്തരുടെ മേലും അസാധാരണ ദൈവ ശക്തി പുറപ്പെടുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അസാധാരണ ശക്തി പുറപ്പെടട്ടെ. ജീവൻ വെളിപ്പെടട്ടെ, ജീവൻ വെളിപ്പെടട്ടെ. അവസ്ഥകൾ മാറട്ടെ കർത്താവേ, പ്രതിസന്ധികൾ മാറട്ടെ. ജീവന്റെ അധികാരവും ജീവന്റെ അഭിഷേകം ഓരോരുത്തരിലും ഇപ്പോൾ തന്നെ വെളിപ്പെടുവാനാകട്ടെ കർത്താവേ. അസാധാരണമായ നില വെളിപ്പെടട്ടെ, അസാധാരണമായ നില വെളിപ്പെടട്ടെ. കർത്താവിന്റെ മഹത്വം ഓരോരുത്തരിലും ഇപ്പോൾ തന്നെ വെളിപ്പെട്ടതിനായിട്ട് നന്ദി. രോഗികളായിട്ടുള്ളവരുടെ മേൽ ഇപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ ജീവൻ അവരിലേക്ക് അസാധാരണമായ വെളിപ്പെടുമാറാകട്ടെ. അവസ്ഥകൾ മാറട്ടെ. ജീവനോടെ, ശക്തിയോടെ, ബലത്തോടെ, ആരോഗ്യത്തോടെ, സമൃദ്ധിയോടെ അവർ കർത്താവിന് വേണ്ടി ഈ ഭൂമിയിൽ നിൽക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ പ്രോഗ്രാം കാണുവാനായിട്ട് സമയം കണ്ടെത്തിയതിൽ വളരെ സന്തോഷം. നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുകയും ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങളുടെ കൈത്താങ്ങലിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. നിശ്ചയമായിട്ടും വിശ്വസിക്കാം, യേശുവിൽ വസിച്ച് അന്ന് നിങ്ങളുടെയും എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ചലിച്ചവനെ അതേ ആത്മാവ് നിങ്ങളകത്ത് വസിക്കുന്നു, എൻ്റെ അകത്ത് വസിക്കുന്നു. എന്തിനാണെന്നറിയാമോ? ആ രക്ഷയുടെ പൂർത്തി നിങ്ങളിലും എന്നിലും സ്ഥാപിച്ചെടുക്കുവാനായിട്ട് വിശുദ്ധിയോടെ, അധികാരത്തോടെ, ഉറപ്പോടെ കർത്താവിൽ ഉറച്ചു നിൽപ്പിൻ. ജയത്തിന്റെ ജീവിതം നിങ്ങൾക്ക് മുമ്പിലുണ്ട്. ഗാഡ് ബ്ലസ് യു. ആമേൻ.